നവംബർ 1 കേരള പിറവി ദിനം. മറ്റ് കേരള പിറവി ദിനത്തിൽ നിന്ന് ഈ നവംബർ 1 ഒരു വ്യത്യാസം. നമ്മുടെ സർക്കാർ തന്നെ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് ലോകത്തെ ഏതാണ്ട് ആദ്യത്തേത് പ്രദേശം എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് സ്വർഗമായി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇത് സത്യത്തിൽ നമ്മൾ ജനങ്ങളോടെല്ലാം ഉള്ള ഒരു വെല്ലുവിളിയാണ്. കണ്ണും കാതും തുറന്നു വച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരോടുമുള്ള ഒരു വെല്ലുവിളിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത്, ചട്ടിക്കുളം എന്ന് പറയുന്ന തൃശ്ശൂരുള്ള പ്രദേശത്ത് അവിടെ 55 ആദിവാസി കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. അവർ ഈ പോന്തയുടെയൊക്കെ ഒരു വലിയ മഴ ഉണ്ടായ ഘട്ടത്തിൽ ഒരു 4 പേര് മാറി മാറി ഈ ടെർപ്പ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവർക്ക് അതിനുള്ളിൽ ഇരിക്കാൻ വേണ്ടി. ഈ കുടുംബങ്ങൾ ഇപ്പോഴും അവിടെ തെരുവിൽ കിടക്കും. രാത്രി ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് MC റോഡ് വഴി എറണാകുളത്തേക്ക് യാത്ര ചെയ്താൽ, അല്ലെ അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്താൽ, കടത്തിണ്ണകളിൽ ഉറങ്ങുന്ന അനേകം ആൾക്കാരെ, അനേകം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാ കടത്തിണ്ണകളിലും ആൾക്കാർ ഉറങ്ങാണ്. ലൈഫ് മിഷൻ വീടുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ വലിയൊരു പട്ടിക ഉണ്ടെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ സ്വീകരിക്കാതിരുന്നിട്ടാണ് ഇത്ര തന്നെ പട്ടിക ഉള്ളത്. ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളവർ ഇനി അതിൻ്റെ ബാക്കിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്ക് ചെന്നാൽ 2 മണിക്ക് വിളമ്പുന്ന ഉച്ചഭക്ഷണത്തിന് വേണ്ടി രാവിലെ 10:30 മുതൽ ക്യൂ നിൽക്കുന്നവരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ സർക്കാർ, അല്ലെങ്കിൽ ആ ലെവലിലുള്ളൊരു സർക്കാർ ചെയ്യുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മുകളിലോട്ടുള്ളവരുടേത് മാത്രമാണ് കേരളം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് സത്യത്തിൽ നാളെ നടത്താൻ പോകുന്നത്. ബാക്കിയുള്ളവരെ മുഴുവൻ, ആ റഡാറിന് താഴെയുള്ളവരെ മുഴുവൻ കേരളത്തിന് പുറത്ത് നിർത്തുന്ന ഒരു പരിപാടിയാണ്. പണ്ട് അമേരിക്കൻ പ്രസിഡന്റോ മറ്റോ സന്ദർശിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ മതിൽ ഉയർത്തി കെട്ടിയ മോഡിയുടെ നടപടിയെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള ചേരികൾ കാണേണ്ടതില്ല, വിദേശികൾ കാണേണ്ടതില്ല എന്നാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനത്തിലൂടെ ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനെയും ഒക്കെ കൊണ്ടുവന്ന് നിർത്തി അവർ നടത്തുന്ന ഈ പ്രഖ്യാപനത്തിലൂടെ അവരൊരു വേറൊരു മതിൽ കെട്ടുകയാണ്, ഒരു വെർച്വൽ മതിൽ കെട്ടുകയാണ്. മലയാളികളോട്, പൊതുസമൂഹത്തോട് നിങ്ങൾ ഇതിനപ്പുറത്തേക്ക് കാണേണ്ടതില്ല, ഇവിടെ തീരുന്നു, ദ ബക്ക് സ്റ്റോപ്സ് ഹിയർ എന്നൊക്കെ പറയുന്നത് പോലെ കേരളം ഇവിടെ തീരുന്നു, മറ്റേത് പുറമ്പോക്ക്, നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. കണ്ണും കാതും തുറന്നു വെക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ പ്രഖ്യാപനം വെറും കാപട്യമാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ദാരിദ്ര്യമുക്ത കേരളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഫണ്ടുകൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. പിന്നീട് ഇത് വേറെ ആരും പഴിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലമാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി കേന്ദ്ര സർക്കാരിനോടോ മറ്റ് ഏജൻസികളോടോ നിങ്ങൾ പറയുന്നത് അതിനുള്ള ഫണ്ട് നിങ്ങൾക്കിനി ആവശ്യമില്ല എന്നും കൂടിയാണ്. അപ്പോൾ ഒരു ഇലക്ഷനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ ചില നേട്ടമായിട്ട് ഇതിങ്ങനെ അവകാശപ്പെടുകയാണ്. അതായത് കുളിക്കാതെ പൗഡർ ഇടുന്നവരെ കുറിച്ച് ഇങ്ങനെ നിരവധി ഉദാഹരണമുണ്ട്. ഇത്തരത്തിലൊരു പരിപാടി ഈ സർക്കാർ ചെയ്യുന്നത് അവരെ ഇലക്ഷന് പോകുന്നതിന് മുമ്പ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആവർത്തിച്ച് പറയുക വഴി നമുക്കിഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കാണാൻ താല്പര്യമില്ലാത്ത ജനങ്ങളുടെ മുന്നിൽ വേറൊരു പിക്ചർ ഉണ്ടാക്കിക്കൊണ്ട് ഇവർ വേറൊരു കേരളത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് ഈ മെഡിക്കൽ കോളേജിലെ 9-ാം വാർഡ്, അങ്ങനെ ആ പ്രദേശങ്ങൾ പണ്ട് കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞുള്ള നമ്മുടെ ചിത്രം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആ സ്ഥലം ഇപ്പം കാലിയാണെന്നാണോ ഇവർ പറയുന്നത്? അവിടെ പോയൊരു ചിത്രം എടുക്കാമോ? ഇവിടെ ഈ തെരുവിൽ അലയുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്ന ചില മാനസിക അസ്വസ്ഥയുള്ളവരെ സംരക്ഷിക്കുന്ന ചില ആതുരാലയങ്ങൾ ഇവിടെ അടുത്തുണ്ട്. ഇപ്പോൾ ക്രൗഡഡാണ്, ആളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത്, ഇതൊക്കെ ഒറ്റയടിക്ക് പരിഹരിക്കാവുന്ന ഒരു മാജിക് വാൻഡ് ഒരു സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചല്ല നമ്മൾ 5 വർഷത്തെ ഒരു ഭരണം അവരെ ഏൽപ്പിക്കുന്നത്. ക്രമേണ പടിപടിയായി അതിലേക്ക് എത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റീസിൽ ഇത്തരം വിഭാഗങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഇത്തരം ചില കാര്യങ്ങളെ ആണ് നമ്മളൊരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സർക്കാർ ചെയ്യുന്നത്, അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്ത് കഴിഞ്ഞ് പൂർത്തീകരിച്ചു. ഇനി വരുന്ന സർക്കാരുകൾക്കൊന്നും ഈ ഒരു പ്രവൃത്തി ആവശ്യമില്ല
എന്നൊരു പ്രഖ്യാപനം കൂടി ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ നടത്തുക വഴി സത്യത്തിൽ ആ ജനങ്ങൾക്ക് ഇനിയും ഒരു രക്ഷയുമില്ല, ഒരു കാലത്തും രക്ഷയില്ല. നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാൻ പോകുന്നില്ല എന്നൊരു പ്രഖ്യാപനവും കൂടിയാണ് നാളെ നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി കണക്കുകൾ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ പ്രഖ്യാപിക്കുന്ന പദ്ധതിയിൽ 33 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് ഒരു മാസം 1000 രൂപ കൊടുക്കുക. ഒരു മാസം 1000 രൂപ കൊടുത്താൽ ഒരു ദിവസം അത് എത്രയുണ്ടെന്നും അതെന്തിനു മതിയാകുമെന്നും നമുക്കറിയാവുന്നതാണ്. ഇത് വലിയൊരു ആശ്വാസമാണെന്നാണ് സർക്കാർ തന്നെ പ്രഖ്യാപിക്കുന്നത്. 1 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് നിങ്ങൾ ഒരു സ്കോളർഷിപ്പ് കണക്ട് വർക്ക് എന്നോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നതും അത് ആശ്വാസവുമാകുന്ന ഈ 1000 രൂപ ആശ്വാസമാകുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ടെന്ന് സർക്കാർ കരുതുന്നു. അത് വലിയൊരു നേട്ടമായി പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഒരു വാർഷിക വരുമാനം 1 ലക്ഷം രൂപയാകുന്നവരുടെ മാസ വരുമാനം എത്ര? 8000 രൂപ. 8000 രൂപ മാസ വരുമാനമുള്ള ഒരു കുടുംബത്തിന്റെ ഒരു ദിവസത്തെ വേതനം എത്രയാണ്? അതിദരിദ്രരുടെ കണക്ക് എന്താണ്? ഒരു $2.19 എന്ന മറ്റാണ് പറയുന്നത്. അപ്പോൾ 189 രൂപയോ മറ്റോ ഒരു ദിവസം. 189 രൂപ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കുടുംബം കഴിയുക എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഇനി നാളെ ഡോളറിന്റെ വില വീണ്ടും ഇടിഞ്ഞാൽ ഈ മാനദണ്ഡം വീണ്ടും മാറും. അപ്പോൾ കുറച്ച് പേര് അതിദരിദ്രരാകുമായിരിക്കും. എന്ത് കണക്കാണ് അത്? ആരോ നിശ്ചയിച്ച ചില ബെഞ്ച് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത, ഇവിടുത്തെ ജീവിത ചെലവുമായി പൊരുത്തപ്പെടാത്ത ഒരു കണക്കെടുത്തിട്ട് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് തീർത്തും ഇടതുപക്ഷ വിരുദ്ധമായി മറ്റുള്ളവർ കാണാത്ത ആ കാഴ്ചകൾ കാണാൻ കഴിവുള്ളവനാണ് ഇടതുപക്ഷമാകാൻ പറ്റുള്ളൂ. പരിഹാരം രണ്ടാമത് വരുന്നതാണ്. ഇത് കാണാൻ പോലും കഴിയാത്ത ഒരു പക്ഷത്തെ ഇടതുപക്ഷം എന്ന് വിളിക്കുക വഴി നമ്മൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ സത്യത്തിലൊരു ഹിപ്പോക്രസിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനം സാധാരണ ഒരുപാട് ഇതുപോലത്തെ അർത്ഥരഹിതമായ പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ഈ പ്രഖ്യാപനം അർത്ഥരഹിത പ്രഖ്യാപനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇത് ഹൃദയശൂന്യമായ പ്രഖ്യാപനമാണ്. ഇത് വലിയൊരു ക്രൂരതയാണ്. തങ്ങൾ ആരെ പ്രതിനിധീകരിക്കണമോ ആ ജനവിഭാഗത്തോടുള്ള അതിക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അവരൊരു വോട്ട് ബാങ്ക് ഒന്നുമല്ല, അവർക്ക് കിടപ്പാടം പോലും ഇല്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ പുതിയ SIR ഒക്കെ വരുന്ന ഘട്ടത്തിൽ ഇവരിൽ പലരും അതിൽ നിന്ന് തന്നെ പിന്തള്ളപ്പെടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്ക് ഹൃദയമുള്ളവർ മറുപടി പറയണം. അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. ഇത് കാപട്യമാണെന്ന് തെളിയിക്കണം. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്കത് വളരെ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ക്യാമറ 10 മണിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തെരുവിലെ കടത്തിണ്ണകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു ക്യാമറ കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ അത് തന്നെ ഇതിൻ്റെ കാപട്യം വെളിവാക്കും. മെഡിക്കൽ കോളേജുകളിൽ ക്യൂ നിൽക്കുന്നവരുടെ ക്യൂവിൻ്റെ ദൈർഘ്യം കാണിച്ചാൽ ഈ പൊള്ളത്തരം വെളിവാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ പൊളിഞ്ഞു വീഴുന്ന ഒരു കളവ് ആവർത്തിച്ച് പറയുക, സിനിമാ നടന്മാരെ കൊണ്ട് പറയിപ്പിക്കുക. അവരും ഇത് ആലോചിക്കേണ്ടതാണ്. പതാഞ്ജലി കേസിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞത് നിരുത്തരവാദപരമായ ഇത്തരം പരസ്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവരും ഉത്തരവാദികളാണെന്നാണ്. ഈ കാപട്യത്തിന് ചായം തേച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അപ്പോൾ അവരും ഇത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് അതുകൊണ്ടാണ് ഇവിടുത്തെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നവകേരള സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലുള്ള കേരളത്തെ പുതുക്കി മെച്ചപ്പെടുത്തി എന്നൊക്കെയുള്ളൊരു ധാരണയാണെങ്കിൽ അതിൻ്റെ ആ ധാരണകളെ പൊളിച്ചു മാറ്റുന്ന ഒരു ഡീകൺസ്ട്രക്ഷനാണ് സത്യത്തിൽ ഈ സർക്കാർ വന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരുന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുള്ള ഒരു ഡീകൺസ്ട്രക്ഷൻ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ഒരു റഡാറിൽ നിന്ന് ഒരു വിഭാഗത്തെ അനാവശ്യ വസ്തുക്കളായിട്ട് മാറ്റുന്നതിൻ്റെ ഒരു ചിത്രവും കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ 2006 VS സർക്കാരിൻ്റെ കാലത്ത് സത്യത്തിൽ അന്ന് നോളജ് സൊസൈറ്റി എന്നിപ്പോൾ പറയുന്നത് അന്നാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞത് അന്നത്തെ IT പോളിസിയുടെ തലവാചകം ടുവേർഡ്സ് ആൻ ഇൻക്ലൂസീവ് നോളജ് സൊസൈറ്റി എന്നായിരുന്നു. ഈ ഇൻക്ലൂസീവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇൻക്ലൂസീവ് അങ്ങ് പോയി. നോളജ് സൊസൈറ്റിക്ക് പറ്റുന്നവരെ മാത്രം ഉള്ള ഒരു മുന്നോട്ട് പോക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഈ നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി നോളജബിൾ ആകുക എന്നാണ്, അല്ലാതെ നോളജ് ഉള്ളവരെ മാത്രം സൊസൈറ്റിയായി പരിഗണിക്കുക എന്നല്ല. അപ്പോൾ ഇതാണ് നോളജ് എന്നും ബാക്കിയുള്ളതൊന്നും അറിവല്ല എന്നും പറയുകയും അങ്ങനെയുള്ളവർ മാത്രം ഒരു സമൂഹമായിട്ട് രൂപപ്പെടുകയും ബാക്കിയുള്ളവർ പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഇടതുപക്ഷം എന്നിവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് പറയും.
നെൽകൃഷിയെക്കുറിച്ച് പറയും. നെൽകർഷകർ ഉന്നയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, കേന്ദ്ര സർക്കാർ എൻ്റെ പ്രൊക്യൂർമെൻറ്റിന് വില കൊടുക്കുന്നു. അത് 60-40 ഒന്നുമല്ല, 100% അവരുടെ സ്കീമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു ഇൻസെൻറ്റീവ് അതിൻ്റെ മുകളിൽ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു 28 രൂപ എന്നോ മറ്റോ വില ഉണ്ടായിരുന്നതാണ്, ഇപ്പം 30 എന്ന് പറയുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ, ഈ കേന്ദ്ര സർക്കാർ തരുന്ന 19.5 രൂപയുടെ മുകളിൽ 9 രൂപ ചില്ലുവാനം കൊടുത്തുകൊണ്ടാണ് 28 രൂപ. പക്ഷേ കേന്ദ്ര സർക്കാർ അത് വർദ്ധിപ്പിച്ച് 24 രൂപയാക്കി. ഓരോ തവണ വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ അവരുടെ വിഹിതം കുറയ്ക്കും. അതായത് കേന്ദ്രം വരുത്തിയ വില വർധനവിൻ്റെ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവരുടെ ഷെയർ അങ്ങ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ച 30 രൂപയ്ക്കകത്ത് നമ്മൾ വിചാരിക്കും സംസ്ഥാന സർക്കാർ 30 രൂപ കൊടുക്കുകയാണെന്ന്. അങ്ങനെയല്ല, കേന്ദ്രം കൊടുക്കുന്നതിൻ്റെ മുകളിൽ കൊടുക്കുന്ന തുകയാണ്. അപ്പോഴും നേരത്തെ ഉള്ള ഇൻസെൻറ്റീവ് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രൊക്യൂർമെൻറ്റ് ഇപ്പം മില്ലുടമകൾക്ക് കൊടുക്കുന്ന കാര്യം അതുണ്ട്. വേറെ കർഷകർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. ഈ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഇതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാനായിട്ട് സർക്കാരിന് പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നോ ഒരു പ്ലാൻ ഇല്ല. പഠിക്കേണ്ട വിഷയങ്ങളിൽ അത് ഉൾപ്പെടുന്നില്ല. മറ്റു പല വിഷയങ്ങളാണ്. എല്ലാം കമ്മീഷൻ ഉടൻ തന്നെ, ചില ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥിരാംഗങ്ങൾ പോലും ഈ സർക്കാരിനുണ്ട്. പക്ഷേ അത് അങ്ങനെ പഠിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. പട്ടികവർഗത്തിൻ്റെ ഗ്രാൻഡിൻ്റെ കാര്യം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ വരുത്തുന്ന വീഴ്ച, അവരുടെ ഹോസ്റ്റലിലുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത, പഠനമുറി അങ്ങനെ ഉണ്ടായിരുന്ന സ്കീമുകളിലെല്ലാം ഉള്ള വലിയ വീഴ്ച, മത്സ്യത്തൊഴിലാളി മേഖലയോടുള്ള അവഗണന. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടല്ലോ, അത് വൺ ടൈം സെറ്റിൽമെൻ്റായിട്ട്, അതായത് നിങ്ങളുടെ ജോലി ഉപജീവന മാർഗം ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു സെറ്റിൽമെൻ്റായിട്ട് ഒരു തൊഴിലാളിക്ക് ഒരു തുക കൊടുത്ത് വിടുകയാണ്. അപ്പം തങ്ങളുടെ ചിപ്പി ശേഖരിക്കുക, അങ്ങനെയൊക്കെ അവരുടെ ഉപജീവന മാർഗം മുടങ്ങുന്നവർ അപ്പോൾ കിട്ടുന്ന ഒരു ലംസം എമൗണ്ട് 1-2 ലക്ഷം രൂപ വാങ്ങി അവർ പിരിഞ്ഞു പോകും. പക്ഷെ അവർ വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയാണ് അവർ കാണിച്ച മണ്ടത്തരമാണ്. ഇതിനെ അല്ല ചൂഷണം എന്ന് വിളിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനെയാണ് ചൂഷണം എന്ന് വിളിക്കുന്നത്? ഈ ചൂഷണത്തിന് തൊഴിലാളികളെ വിധേയരാക്കുന്ന ഈ മാടമ്പിമാർക്കെതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷം എന്തിനാണ്? പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ ഫെസിലിറ്റേറ്ററാണ്. അത് ഇത്ര ലക്ഷം തൊഴിലാളികൾക്ക് അങ്ങനെ വൺ ടൈം സെറ്റിൽമെൻറ്റ് മേടിച്ചു കൊടുത്ത് അവരുടെ ജോലി സാധ്യത, ഉപജീവന മാർഗം ഇല്ലാതാക്കി എന്നുള്ളത് ഒരു ക്രെഡിറ്റായി അവതരിപ്പിക്കുകയാണ്. അതാണ് ഇപ്പോൾ കുത്തകയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നല്ലോ. ഇവിടെ തിരുവനന്തപുരം പട്ടണം എന്ന് പറയുന്നത് കുത്തകവൽക്കരണത്തിൻ്റെ ഉദാഹരണമാണ്. പോർട്ട് അദാനിയുടെ കയ്യിൽ, എയർപോർട്ട് അദാനിയുടെ കയ്യിൽ, ഗ്യാസ് ലൈൻ അദാനിയുടെ കയ്യിലേക്ക്. നിങ്ങൾ അങ്ങനെ അദാനി എന്ന് പറയുന്ന നമ്മൾ ഈ വലിയ കൊമ്പും ഒക്കെ ഉള്ളൊരു ഭൂതമായിട്ട് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ വേദികളിൽ, പക്ഷേ അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള മുഴുവൻ പരിപാടികളാണ് വെച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, സത്യത്തിൽ നമ്മൾ എന്താണ് ആ പദ്ധതി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസന മാതൃകയായിട്ട് ഇപ്പോൾ അവർ ഇലക്ഷന് പോലും ഇടതുപക്ഷം വെച്ചിരിക്കുന്ന ഒരു കാര്യം റോഡുകളാണ്. അതിൽ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഉണ്ടായ ചില പ്രശ്നങ്ങളും സെറ്റ് ബാക്കുകളും ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ അവരൊരു ഏറിയൽ വ്യൂ കൊടുക്കുക. അപ്പോൾ ആ ഒരു വാഹനം വിട്ടു വരുന്ന ഈ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉള്ളതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷത്തോളം അവരനുഭവിച്ച ദുരിതം മറക്കുകയും ഇപ്പോൾ അതിനി എല്ലാ കാലത്തേക്കും ശരിയായി എന്നുള്ളതിൽ അഭിനമിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സിദ്ധാന്തമുണ്ട്. ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളൊക്കെ തന്നെ, ഞാൻ പേര് പറയുന്നില്ല, പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു ഇളം ചൂടുവെള്ളത്തിൽ കൈ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും തൊട്ടിപ്പുറത്ത് നല്ല തണുത്ത വെള്ളത്തിൽ കൈ മുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, എന്നാൽ 1 മിനിറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. രണ്ടും തമ്മിൽ ആർക്കാണ് കൂടുതൽ സുഖകരമായിരുന്ന അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാണ് പറയുക എന്നാണ്. അതായത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചിട്ട് അവസാനം കിട്ടുന്ന ഒരു ആശ്വാസം നിരന്തരമായി കിട്ടിയ ഒരു ആശ്വാസത്തെക്കാൾ ഭേദമാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യ പ്രകൃതി. ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലാസ്റ്റ് മിനിറ്റിൽ ടാപ്പ് ഓൺ ചെയ്യുന്നത്. അത് ഈ പ്രഖ്യാപനങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ റോഡുകളുടെ കാര്യത്തിലും ഇതാണ്. പക്ഷേ റോഡിൻ്റെ ഡിസൈൻ സംബന്ധിച്ചുള്ള ഒരു ഇടതുപക്ഷ വിരുദ്ധത നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ റോഡുകളെല്ലാം ഈ വെർട്ടിക്കൽ അപ്സ് ആൻഡ് ഡൗൺസ് മാറ്റുന്ന രീതിയിലാണ്. നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ടുള്ള വളവും പുളവും നോക്കുക എന്നുള്ളത് റോഡിൽ നമുക്ക് കഴിയുന്നത്ര ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ വെർട്ടിക്കലായിട്ട് ഇത് ഒരേ പാതയിൽ പോവുക, ഈ ആകാശപാതകളാണ് ഈ റോഡുകളെല്ലാം. നമ്മൾ ഏത് പട്ടണത്തിലൂടെയാണ് പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ റോഡിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വിട്ടുപോകുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് ഇത് ഏത് പട്ടണത്തിലൂടെയാണ് പോകുന്നത്, ഇരുവശത്തുമുള്ള കടകൾ, ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവരേതോ എലിവേറ്റഡ് പാതയിലൂടെ സഞ്ചരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ മുഴുവൻ ചിറ പോലെ ഈ സംസ്ഥാനത്ത് ഇത് രൂപപ്പെടുകയും അതിൻ്റെ നിർമ്മാണത്തിൽ പ്രശ്നം ഉണ്ടാകുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു കാരണവും അതാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ പാരലായിട്ട് ഇവിടെ ഈ വേസൈഡ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്, റെസ്റ്റോപ്പ് അതാണ് പദ്ധതിയുടെ പേര്. ഇത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ 5 ഏക്കർ സ്ഥലം എടുത്ത് അവർ വികസിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിദേശങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇതിന് ഡ്രൈവ് ഔട്ട് ചെയ്ത് അവിടെ ടോയ്ലറ്റ് സൗകര്യവും കടകളും പാർക്കിംഗ് സ്പേസും എല്ലാം ഉള്ള, നിങ്ങൾക്ക് 5 കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ എന്ന് കാണും. അപ്പോൾ ഈ വിട്ടു വരുന്നവർക്ക് വളരെ സൗകര്യമാണ്. ടോയ്ലറ്റ് ഉണ്ട്, കാപ്പി കുടിക്കാം, വാഹനം പാർക്ക് ചെയ്യാം, അങ്ങനെ വിട്ടുപോരാം. പക്ഷേ ഇത് 5 ഏക്കർ സ്ഥലം എടുത്ത് അത് കോർപ്പറേറ്റൈസ് ചെയ്ത് ലേലം വിളിച്ച് അങ്ങനെ കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൻ്റെ ഈ റോഡിൻ്റെ ഓരങ്ങളിലുള്ള തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. ഇവരുടെ മുഴുവൻ ഉപജീവന മാർഗം ഇല്ലാതാകുക എന്നുള്ളത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വേസൈഡ് അമ്യൂണിറ്റീസ് എന്നുള്ളത്. സംസ്ഥാനത്ത് ഇത് ആദ്യത്തേത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ റോഡ് വന്നു കഴിയുന്നതോടുകൂടി ഈ കാർ വിട്ട് വരുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ ആവശ്യം വരും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവരെ, പ്രത്യേകിച്ച് ഈ സമരങ്ങൾക്ക് മുഴുവൻ എതിരായിരുന്ന ഈ കച്ചവട സമൂഹം വലിയ പട്ടിണിയിലേക്കും അവർ ഇറങ്ങി വഴി തടയുന്നത് നമ്മൾ കാണാൻ പോവുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ഉപജീവനം മുടക്കുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പദ്ധതി വരുന്ന സമയത്ത് ആരാണിത് വിഭാവനം ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്, ഇതിൻ്റെ അഫക്റ്റഡ് പാർട്ടീസ് ആരാണെന്നുള്ളതിൽ ഒരു പഠനവും നടത്താതെയാണ് ഇടതുപക്ഷം ഈ പദ്ധതികൾക്കെല്ലാം പോകുന്നത്. ആകെപ്പാടെയുള്ള ചിന്ത ഇപ്പോൾ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത വായ്പ എവിടുന്നെങ്കിലും കിട്ടുമോ എന്നുള്ളത് മാത്രം. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് തിരിച്ചടവ് മതിയെന്ന് പറയുന്ന ഒരു വായ്പാ തുകയുമായിട്ട് ആരെങ്കിലും വന്നാൽ അതിനെ വികസനം എന്ന് വിളിക്കുക എന്നുള്ളതാണ്. തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണെന്നോ, ഇതിന് കൊടുക്കേണ്ട കമ്മിറ്റ്മെൻറ്റ് ഫീ എത്രയാണെന്നോ, ഇത് കൺവെർഷൻ റേറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് എത്ര തുകയായി മാറുമെന്നോ, അതിലും മെച്ചപ്പെട്ട ലോൺ ഇവിടെ ഉണ്ടോയെന്നോ ഒരു പരിഗണനയുമില്ല. കേരളയിൽ ഇതിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വളവും പുളവും ഉള്ള ട്രാക്കിലൂടെ വാഹനം ഓടില്ല, ഈ സ്പീഡിൽ ഓടിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ വന്ദേ ഭാരത് എങ്ങനെ ഓടുന്നു? അപ്പോൾ അതിനോട് ചേർന്ന് വേറെ ഒരു പാതയോടുണ്ടെങ്കിൽ ഇത് ഈ പ്രശ്നപരിഹാരമാകുമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഇതിനൊരു പുതിയ പാത തന്നെ വേണം, സ്റ്റാൻഡേർഡ് ഗേജിൽ ഓടും എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് തെറ്റായി, അശാസ്ത്രീയമായി, ശാസ്ത്രവിരുദ്ധമായുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ഇവരുടെ ചില സാമ്പത്തിക താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് മെഗാ പ്രോജക്റ്റുകൾ കൊണ്ടുവരികയും അത് മാത്രമാണ് വികസനം കൊണ്ടുവരിക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി എത്രയോ കപ്പലുകൾ വന്നുപോയി എന്നാണ് പറയുന്നത്. കേരളത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. കഴിയട്ടെ, സ്റ്റോക്ക് ടേക്കിങ്ങിനുള്ള സമയമായില്ല. 5 വർഷം 10 വർഷം കഴിയുമ്പോൾ വെള്ളാർപ്പാടം പോലെ ഈ മുടക്കിയ തുകയ്ക്ക് ന്യായീകരണമില്ലെങ്കിൽ ഈ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മുഴുവൻ, മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ, ഈ പ്രദേശം മുഴുവൻ റിംഗ് റോഡെന്നൊക്കെ പറഞ്ഞ് ഈ കാട്ടിക്കൂട്ടുന്നതിൻ്റെ എല്ലാറ്റിൻ്റെ ഉത്തരവാദിത്വം ആര് പറയും? അവർക്കവിടെ 105 ഏക്കർ സ്ഥലത്ത് ഒരു കാസിനോ പണിയാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിൽ 105 ഏക്കർ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർട്ടിൽ നിന്നുള്ള ബെനിഫിറ്റ് സംസ്ഥാനത്തിന് വരാതിരിക്കുകയും ആ 105 ഏക്കർ സ്ഥലത്ത് അവരൊരു വലിയ ഹോട്ടൽ സമുച്ചയം പണിത് ബാക്കി ഹോട്ടലുകളെ മുഴുവൻ ഡിസ്പ്ലേസ് ചെയ്ത് ആ ഹോട്ടലിലേക്ക് അരമണിക്കൂറിൽ സിറ്റിയിൽ നിന്ന് എത്താവുന്ന തരത്തിൽ റെയിലും റോഡും എല്ലാം വികസിപ്പിക്കുന്നത് പൊതുപണം ഉപയോഗിച്ച് ചെയ്ത് അങ്ങനെ ഒരു ഹോട്ടൽ ബിസിനസ് മാത്രമാണ് അവിടെ വരുന്നതെങ്കിൽ ഈ പാതകത്തിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അതിന് പൊതുജനങ്ങളോട് മറുപടി പറയണ്ടേ? അതെല്ലാം മറിച്ച് ഇത് വലിയ വികസനം കേരളത്തിന് കൊണ്ടുവരികയാണ്. അങ്ങനെ ആവട്ടെ, നമ്മൾ പറയുന്നത് തെറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ പറയുന്നത് തെറ്റാണ്, നിങ്ങളുടെ ദീർഘവീക്ഷണത്തെ നമ്മൾ അംഗീകരിച്ചു തരാം. മറിച്ചാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കും? വെള്ളാർപ്പാടത്ത് ചെയ്ത ഈ പാതകത്തിന് ആരാണ് ഉത്തരവാദി? എന്താണ് വെള്ളാർപ്പാടത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? കേരളത്തിൻ്റെ വികസനത്തിനുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? അപ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ ഏതാനും പേർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്ന, ഇന്നീക്വാളിറ്റി വളർത്തുന്ന, ഇതുപോലത്തെ വികസനം എന്ന് വിളിക്കുന്ന പദ്ധതികളെ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെയാണ് ഒരു പുതിയ കേരളം രൂപപ്പെടേണ്ടത് എന്ന് പറയുന്നത്. കേരളം, പ്രത്യേകിച്ച് ഇടതുപക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്ത കൂടുതൽ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്രോത്തിന് വഴിയൊരുക്കിയ കേരളത്തിൻ്റെ ഒരു സങ്കല്പത്തെ തന്നെ അതിൻ്റെ അടിവേരിറക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ നവകേരള പ്രോജക്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് തന്നെ ഒരു കാപട്യമാണ്. ഇതല്ല കേരളത്തിലെ ജനങ്ങൾ വിഭാവനം ചെയ്യുന്ന കേരളം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.